5 മിനിറ്റിൽ റെസ്റ്റൊന്നും ചെയ്യാതെ ചപ്പാത്തി തയ്യാറാക്കാം. ഉണ്ടാക്കിയ പിറ്റേ ദിവസവും നല്ല സോഫ്റ്റായിരിക്കുന്ന ചപ്പാത്തിയാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ആട്ട, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കുക. കട്ടയില്ലാതെ കുഴമ്പാക്കിയെടുക്കണം. അപ്പോൾ ഈ സാധനം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് ഈ സാധനത്തിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതാണ് ചപ്പാത്തി ഇത്രയും സോഫ്റ്റ് ആകാനുള്ള അതിൻ്റെ ഒരു സീക്രട്ട് സാധനമാണ്. അപ്പോൾ അതിലോട്ട് 2 കപ്പ് ആട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ആട്ട ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായി ആ സ്റ്റൗവിൽ നിന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് പുറത്തെടുത്ത് നന്നായി കുഴച്ചെടുക്കുക. നല്ല ചൂടുണ്ടെങ്കിൽ ചട്ടകം വെച്ച് കുഴക്കാവുന്നതാണ്. കുറച്ച് ചൂടാറിയതിന് ശേഷം വീണ്ടും കൈവച്ച് കുഴച്ചാൽ മതി. കൈവച്ചല്ലാതെ ചട്ടകം വെച്ച് കുഴക്കാനൊന്നും പറ്റത്തില്ല. ആ ചൂടൊന്ന് ആറാൻ വേണ്ടി ചട്ടകം വെച്ചൊന്ന് മിക്സ് ചെയ്ത് പരിവാക്കെടുക്കാൻ പറ്റും. ശേഷം ഇതിന് 5 മിനിറ്റോ 2 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമില്ല. കുഴച്ച ഉടനെ നമുക്ക് ഉരുളയാക്കി പരത്തി ചൂടാവുന്നതാണ്. ഞാനൊരു ഉരുള എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി തന്നെ പരത്തി കൊടുക്കാം. ഇനിയാണ് ചപ്പാത്തി ഷേപ്പ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഷേപ്പാക്കി എടുക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്തെങ്കിലും ഒരു ചെറിയ മുടിയോ വലിയ മുടി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ മുടി ആയതുകൊണ്ട് ആ മൂടിയുടെ അറ്റം വെച്ച് ചപ്പാത്തിയുടെ സൈഡ് ഒന്ന് ചെത്തിയെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. മൂടിയെക്കാട്ടിയും വലിപ്പമുണ്ട്. അത് ഞാൻ മൂടിയുടെ സൈഡ് വെച്ച് പരത്തി എടുത്തുകൊണ്ടാണ്. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ചൂടാക്കി ചപ്പാത്തി ഇട്ട് ചൂടാക്കി 2 സൈഡും തിരിച്ചു മറിച്ചിടുക, വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് പാത്രത്തിലോട്ട് മാറ്റിയാൽ അടിപൊളി ചപ്പാത്തി തയ്യാറായി. ഉണ്ടാക്കിയ പിറ്റേ ദിവസവും ഇതേ സോഫ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ കിടിലൻ ട്രിക്സ് ആൻഡ് റെസിപ്പികളുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗുഡ് ബൈ.